മലയാളി അടുക്കള എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഉച്ചയൂണ് തയ്യാറാക്കാം. ഇന്നത്തേക്ക് നല്ല ചാളയാണ് കിട്ടിയേക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ചാളയാണ്, നല്ല മുട്ടയുള്ള ചാളയാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇവിടെ അങ്ങും കൊണ്ടുവരുന്നില്ല. ഇത് ഞങ്ങൾ ഒരിടത്ത് പോയി വരുന്ന വഴി മാർക്കറ്റിൽ നിന്ന് കയറി വാങ്ങിച്ചതാണ്. ചാള കണ്ടപ്പോൾ പിന്നെ കുറച്ച് കപ്പയും കൂടെ അങ്ങ് വാങ്ങിച്ച്. ചാളയ്ക്ക് കോമ്പിനേഷൻ കപ്പ തന്നെയാണല്ലോ. ചാള മാത്രമല്ല കൂഴാവാലിയും കക്കയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നാളത്തെ ലഞ്ചിന് നമുക്ക് കാണിക്കുക. അതൊക്കെ മീൻ പൊരിക്കാനുള്ള വരഞ്ഞ് മാറ്റി വയ്ക്കാം നമുക്ക്. എന്നിട്ട് കറിയും വയ്ക്കാം. ഇപ്പം തന്നെ കറി വയ്ക്കാൻ പോയാണ് ഞാൻ. ഒരുപാട് ലേറ്റായിരുന്നു. കുറച്ച് നാളത്തേക്കും എടുക്കാം. അരപ്പേരി കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് ഇന്നത്തേക്ക് പൊരിക്കാനും എടുക്കാം. മീൻ മുട്ടയ്ക്ക് അരപ്പ് വരട്ടാൻ പോയാണ്. മഞ്ഞൾ, മുളക്, ഉപ്പ്, ലേശം കുരുമുളക് പൊടി. ഇവിടുത്തെ കുഞ്ഞാവയുടെ പ്രിയപ്പെട്ട സാധനം. അതുകൊണ്ട് എല്ലാ എരിയും ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ. അത് അരപ്പ് വരട്ടി വയ്ക്കാം. അത് ഇന്നത്തേക്ക് എടുക്കാനാണ്. 2 തരത്തിലുള്ള മുട്ടയാണ്. ഇത് കണ്ടാൽ ഇത് കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതാണ്. ഇത് വേറൊരു രീതിയാണ്. ഇതിനകത്ത് അരപ്പ് പോലും പിടിക്കത്തില്ല. എന്നാലും മുളക് പൊടിയൊക്കെ ചേർത്ത് വെച്ചേക്കാം. ഇച്ചിരിയെങ്കിലും എരി പിടിക്കട്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. ചട്ടിയാണെങ്കിൽ ഇത് കണക്കുള്ള റെഡ് കളറിലെ ചട്ടിയാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ആ ബ്ലാക്ക് ചട്ടിയെക്കാട്ടിലും കറിയൊക്കെ വയ്ക്കാൻ നല്ലത്. ഇത് ഇച്ചിരി പാടുണ്ട്. പിന്നെ കൊണ്ടുവന്നതൊന്ന് മഴയ്ക്കൊക്കെ എടുക്കാൻ ഇച്ചിരി പാടാണ്. മറ്റേത് പിന്നെ അന്തരം തന്നെ തേച്ച് കഴിയാൻ എടുക്കാം. എന്നാലും കറിക്ക് എല്ലാം ടേസ്റ്റ് വരുന്നത് ഇതിനൊക്കെയുള്ള റെഡ് ചട്ടിക്കാണ്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചതച്ചാണ് ഞാൻ ചേർത്തേക്കുന്നത്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഒരുപാട് മൂപ്പിക്കണ്ട. കുറച്ച് കുടംപുളി എടുത്ത് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വയ്ക്കും. ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി. ഞാനത് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഉലുവപ്പൊടി ചേർത്തിട്ടില്ല. ഉലുവയെ കടുക് ഇട്ടപ്പോൾ ഉലുവ പൊട്ടിച്ചിട്ടുണ്ട്. ഉലുവപ്പൊടി തീർന്നു പോയി. ഇനി ഒന്ന് പൊടിച്ച് വയ്ക്കണം. അതിനുശേഷം വടക്കംപുളി തിളച്ച വെള്ളത്തിൽ വെച്ചേക്കാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഈ വടക്കംപുളി ഒഴിച്ച് വെള്ളത്തിൽ ഈ അരപ്പൊന്ന് വേവട്ടെ. അരപ്പ് വെന്ത് വന്നിട്ടുണ്ട്. തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ചാളയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല. അതനുസരിച്ച് നമ്മുടെ ചാറിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ചീനിയാണ്. അപ്പോൾ ചീനിയുടെ ഇച്ചിരി ചാറ് വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പിടാം. വരലുപ്പാണ് ഇട്ടിരിക്കുന്നത്. തിളയ്ക്കുമ്പോഴത്തേന് തക്കാളി അരിഞ്ഞിട്ട് കറി തിളച്ചിട്ടുണ്ട്. തക്കാളി ചേർത്ത് കൊടുക്കുക. കറിക്ക് നല്ല കുറുക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിയൊക്കെ വാടി വരുമ്പോൾ തന്നെ തക്കാളി ഒന്ന് നല്ലവണ്ണം വേവിച്ചതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കുറുക്കം കിട്ടും. ഇതിപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത്. കറി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇത് മുറിക്കുന്നില്ല. അത്രയ്ക്കങ്ങ് വലിയ ചാളയല്ല. മുറിച്ച് കഴിഞ്ഞാലേ മുള്ള് കാണും കറിക്കകത്ത്. പിന്നെ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് താത്ത് കൊടുക്കുക. കറി ഒന്ന് അതിൻ്റെ പുറത്തോട്ടൊന്ന് ഒഴിച്ച്
താത്ത് കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കും. അടയ്ക്കുമ്പോൾ ഇങ്ങനെ അടപ്പ് ഫുള്ളായിട്ട് അങ്ങ് അടയ്ക്കരുത്. കുറച്ച് അതിൻ്റെ ആവി പോകത്തക്ക രീതിയിലൊന്ന് ഇച്ചിരി സ്പേസ് ഇട്ടേക്കണം. ഞങ്ങൾക്ക് ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇട്ട് കൊടുക്കാം. തല താരുന്നില്ല, ഇങ്ങനെ താത്ത് കൊടുക്കണം. ചാള ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുട്ട ഫ്രൈ ചെയ്തെടുക്കാം. രണ്ടും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ അരപ്പ് ഇതിനകത്തുനിന്നേ അങ്ങ് മാറും, പിടിക്കത്തില്ല പിന്നെ. അതുകൊണ്ട് രണ്ടായിട്ട് തന്നെ ഫ്രൈ ചെയ്യണം. അരപ്പും രണ്ടായിട്ട് തന്നെ പുരട്ടിയെടുക്കണം. അപ്പോൾ അതിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ആ മീൻ്റെ മുട്ട ഇട്ട് കൊടുക്കാം. ഇത് നല്ലവണ്ണം പൊട്ടും. ഇത് വാരിയിട്ടിട്ട് മാറി നിന്നാലും പൊട്ടി മുഖത്തായിരിക്കും വന്ന് വീഴുന്നത്. പിന്നെ സിമ്മിലിട്ടിട്ട് അടപ്പ് വെച്ച് അടച്ച് വെച്ചിരുന്നാൽ മതി. അങ്ങനെ മീൻ കറി റെഡിയായി. ഇത് നാളെ എടുക്കാനായിരുന്നു സൂപ്പർ ടേസ്റ്റ്. നല്ല എരിയും പുളിയും എല്ലാം പിടിച്ചിരിക്കും. ഇത് കണക്കുള്ള വീഡിയോസ് കാണാൻ എൻ്റെ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. കരിഞ്ഞപ്പോൾ നല്ല കപ്പയാന്ന് തോന്നുന്നു. ഇനി വേവ് എന്തോന്ന് വേവിച്ചിട്ട് അറിയാം. നല്ലോണം വേവുന്നയാണെന്ന് തോന്നുന്നു. വേവിച്ചിട്ട് നമുക്ക് കാണാം. ചീനി അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചീനിക്ക് മോളി വരത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഞാൻ ഊറ്റിയിട്ട് വീണ്ടും പച്ചവെള്ളം ഒഴിക്കും. പച്ചവെള്ളം ഒഴിച്ച് അങ്ങനെ കിടന്ന് വേവുന്നിട്ടേ എടുക്കത്തുള്ളൂ. 2 വെള്ളത്തിൽ ഇത് ഊറ്റിയെടുക്കണം. ഇതിനൊരു ചീനിക്കൊരു കട്ടുണ്ടെന്ന് പറയുന്നതൊക്കെ. ചീനി ആദ്യം തിളച്ചപ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഞാൻ പിന്നെ വേറെ തിളച്ച വെള്ളം ഒഴിച്ചു ഉപ്പ് ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പിന് കുറച്ച് തേങ്ങയും ജീരകം മഞ്ഞൾപ്പൊടി ഒരു പച്ചമുളക് വെളുത്തുള്ളി ഇത്രയും നമുക്ക് ചതച്ചുകൊണ്ട് വരാം. ചീനിക്കുള്ള അരപ്പ് റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു ചീനിക്ക്. ഞാൻ പിന്നെ അരപ്പിലോട്ട് ഇച്ചിരി ഉപ്പ് പൊടിയുടെ ചേർത്തിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്തെടുക്കുക. അരപ്പിട്ട് കൊടുത്ത് ഇനി ഇതിൻ്റെ മിക്സിങ് ആണ്. അതിനി അത് ഇറക്കി വെച്ചിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ. സ്റ്റവ് വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ചീനിയോട്ട് അരപ്പിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് കുഴച്ച് കൊടുക്കാം. ഇതിൻ്റെ നമ്മുടെ തവിയില്ലേ, ചിരട്ട തവി, അതിൻ്റെ ചെവിട് വെച്ചാണ് കുഴയ്ക്കുന്നത്. നല്ല ചൂട്, കൈയൊക്കെ പൊള്ളുന്നുണ്ട്. ചീനി കുഴപ്പൊക്കെ ഒരു ബാലൻസാണ്. നല്ല സൂപ്പർ ചീനിയാണ്. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലപോലെ ഉടഞ്ഞ് മീൻ വറുത്ത ആ ചട്ടിക്കകത്തോട്ട് നല്ല ചൂട് ചീനി ഇട്ട് കൊണ്ട് പെരട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ ഞങ്ങൾ കഴിക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊന്നും അറിയത്തോലുമില്ല. അവർക്ക് കൊടുത്താലും വേണ്ട. ഡെയിലി 4 മണിക്ക് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ലഞ്ച് പ്രിപ്പറേഷനാണ് ഇടുന്നത്. വീഡിയോ മിസ്സാവാതിരിക്കാൻ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.